ആരംഭത്തിൽ കേരളത്തിലെ സാമാന്യ ജനതയുടെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ കർഷക ജനതയുടെ അഭിവൃദ്ധിക്കും അവരുടെ വളർച്ചയ്ക്കും സഹായകരമായ രീതിയിലാണ്, അങ്ങനെയുള്ളൊരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് സഹകരണ ബാങ്കുകൾ ആരംഭിക്കുന്നത്, സഹകരണ സ്ഥാപനങ്ങൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിക്കുന്നത്. അത് മറ്റൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കന്മാർക്ക് അവരുടെ രാഷ്ട്രീയ ഒരു സ്ഥാനം കൈക്കലാക്കുന്നതിനുള്ള ഒരു അവസരമായും സഹകരണ ബാങ്കുകൾ മാറിയിട്ടുണ്ട്, സഹകരണ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതേ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ കൗൺസിലർമാരായി മത്സരിച്ച് വിജയം നേടുക. മറ്റൊന്ന്, സഹകരണ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് അതിൻ്റെ സ്ഥാനങ്ങളിൽ എത്തുക, ഓരോ സ്ഥാനമാനങ്ങൾ നേടുക. അങ്ങനെ ഒരു വശം അതിനപ്പോൾ തുടങ്ങിയ കാലം മുതൽ ഉണ്ടായിരുന്നു. അതിൽ തെറ്റ് പറയാനാകില്ല, വലിയ തെറ്റ് പറയാനാകില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലൊരു സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ ആ സൊസൈറ്റി ആ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ മുദ്രാവാക്യ തൊഴിലാളികൾക്ക് ഉപജീവനത്തിന് വേണ്ടി മാർഗമുള്ള ഒരു സ്ഥാപനമായി മാറുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല നൈതികമായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പിന്നീട് എവിടെ എത്തി എന്ന് നോക്കിയാൽ കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് മാറി. അതായത് കേരളത്തിൽ CPMൻ്റെ ആവശ്യം, അവരുടെ സഹകരണ മേഖലയിലുള്ള ശക്തി ഉപയോഗിച്ച് ഈ സമ്പത്ത്, അതിൻ്റെ ധനം അവരുടെ സൗകര്യമനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതിന് സഹായകമാകുന്നത് കേരള ബാങ്ക് എന്ന് പറയുന്ന സംവിധാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹകരണ മേഖലകളിലുള്ള ബാങ്കുകളെല്ലാം കൂടെ സംഘടിപ്പിച്ച് അവയ്ക്ക് ഒരു സംസ്ഥാന ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ആണ് കേരള ബാങ്കുകൾ തുടങ്ങിയത്. ഇന്നതിൻ്റെ സ്ഥിതി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കിയാൽ കേരള ബാങ്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു. അവരുടെ പൈസയ്ക്ക്, ഈ കേരള ബാങ്കുകളുടെ വിവിധ ശാഖകളിലിടുന്ന പൈസയ്ക്ക് യാതൊരു സുരക്ഷിതത്വവുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും സ്ഥിതി നോക്കിയാൽ കുറച്ച് കൂടുതൽ പലിശ കിട്ടുന്നു എന്നുള്ള കാരണത്താൽ പല ആളുകളും സഹകരണ ബാങ്കുകളിൽ പൈസ കൊണ്ടിടുകയും ആ പൈസ മുൻകാലങ്ങളിലെല്ലാം ആരംഭകാലം മുതൽ ഏകദേശം ഒരു 2-3 പതിറ്റാണ്ടോളം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആളുകൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടുകയും ഉപകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ പ്രസ്ഥാനം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാർ, സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ സംസ്ഥാനാടിസ്ഥാനത്തിൽ കൊള്ള ചെയ്യുമ്പോൾ MLAമാരും MP മാരും മന്ത്രിമാരുമെല്ലാം അവരുടേതായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പൈസ അടിച്ചു മാറ്റുമ്പോൾ പ്രാദേശിക നേതാക്കന്മാർക്ക് ജനങ്ങളുടെ പൈസ അടിച്ചു മാറ്റുന്നതിനുള്ള ഒരു സംവിധാനമായി മാറുകയും അതിൻ്റെ ഫലമായി ഇന്ന് അറിയാം, ഏറ്റവും ഒടുവിൽ സംഭവിച്ചതാണ് ഇടുക്കിയിൽ പൈസ കൊണ്ട് നിക്ഷേപിച്ച ഒരു വിദേശ കേരളീയൻ, അദ്ദേഹത്തിന് ഭാര്യയുടെ ചെലവിന് ശസ്ത്രക്രിയയുടെ ആവശ്യത്തിന് വേണ്ടി 2 ലക്ഷം രൂപ മറ്റോ തൻ്റെ നിക്ഷേപത്തുകയിൽ നിന്ന് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അതുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമാണല്ലോ അതിൻ്റെ അർത്ഥം. പുതുതായി നോട്ട് അടിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനോ നിങ്ങളോ കൊണ്ടിട്ട രൂപ ഒരു ബാങ്കിലുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചെല്ലുമ്പോൾ തന്നെ ഈ ഇരുമ്പ് കുടിച്ച വെള്ളം പോലെ എന്ന് പറയുന്ന പോലെ സഹകരണ ബാങ്കുകൾ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് യാതൊരു സുരക്ഷിതത്വമില്ലാത്ത മേഖലയായി സഹകരണ ബാങ്ക് മാറിയതിന് ഒരു ഉദാഹരണമല്ലല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിലേറ്റവും കുപ്രസിദ്ധമായതാണ് കരുവന്നൂർ ബാങ്ക്. അത് CPMൻ്റെ സംസ്ഥാനതല നേതാക്കൾ, മുൻ മന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ മോഷ്ടിച്ചതാണ് ആ കാശ്. അതിൻ്റെ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. നടക്കുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇതെല്ലാം ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായി മാറുന്നു എന്നും കരുതേണ്ടി വരും. അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സഹകരണ ബാങ്കുകളെ വിശ്വസിച്ച്
അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് വിയർത്ത് പണം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ സ്വന്തം നാട്ടിൽ തങ്ങൾക്ക് പരിചയമുള്ള നേതാക്കന്മാർ നടത്തുന്ന കോപ്പറേറ്റീവ് ബാങ്ക്, അത് രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ മോഷ്ടിക്കുന്ന CPM-കാരാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ജനിതകക്കാർ CPM-കാരനാകാനൊരുത്ത ആൾ ആഗ്രഹിക്കുന്നത് തന്നെ കുറുക്ക് വഴിക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് അതിനവൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും എല്ലാ സ്ഥലങ്ങളും എല്ലായിടവും ഉപയോഗിക്കുന്നു. അതിൻ്റെ ഫലമാണല്ലോ നവീൻ ബാബുവിൻ്റെ കൊലപാതകവും. അതുമാത്രമല്ലല്ലോ, ആന്തൂരിൽ MP ഗോവിന്ദൻ്റെ ഭാര്യ നടത്തിയ, അതും പ്രേരണാകുറ്റം ചിലവാക്കി വച്ച് കേസെടുക്കേണ്ട കൊലപാതകമായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ ആത്മഹത്യയായിരുന്നു. അതിനാരും തയ്യാറായില്ല. അതിൻ്റെ ഫലമായിട്ട് നിരന്തരമായി ഈ സഹകരണ സംഘങ്ങളും മറ്റ് മേഖലകളിലും എല്ലാവും അഴിമതിക്ക് വേണ്ടിയാണ്. ആന്തൂരിലെ കൊല നടത്തിയെങ്കിൽ, ആന്തൂരിലെ ആത്മഹത്യ നടന്നതെങ്കിൽ സഹകരണ ബാങ്കുകളിൽ തങ്ങൾ കൊണ്ടിട്ട പണം തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ സഹകരണ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ മുഴുവൻ. ഈ ആത്മഹത്യകളൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാരുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ രാഷ്ട്രീയം അത്രമാത്രം ജീർണമാവുകയും അത്രമാത്രം കൊള്ളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമാണ്. ജനങ്ങളുടെ പേര് പറയും, ജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൊള്ളസംഘമായി കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സഹകരണ മേഖലയിലെ കൊള്ളകൾ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. കാരണം എല്ലാ ആളുകൾക്കും ഇപ്പോഴും വളരെ വ്യക്തമാണ്. സഹകരണ ബാങ്കുകളിൽ പണം കൊണ്ടിട്ടിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം ധാരാളമായിരിക്കുന്നു. നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം ധാരാളമായിരിക്കുന്നു. അതേസമയം ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് ഒരു തിരിച്ചടയ്ക്കാൻ വൈകിയതിൻ്റെ പേരിൽ വീടും ജപ്തി ചെയ്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തവർ മറുസൈഡാണ് അതിൻ്റെ. അപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. കേരളീയർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടുവന്ന് ഇനിയെങ്കിലും ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കാതിരിക്കുക. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചതിന് ശേഷം ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും അനാഥരായി പോകുന്നൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറം ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരം ആത്മഹത്യകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ക്രൂരന്മാരായ പാർട്ടി നേതാക്കന്മാർ ജനങ്ങളുടെ പണം തട്ടിപ്പറിക്കുക മാത്രമല്ല, അവരെ കൊലമരത്തിലേക്ക്, അവരെ കയറിൻ്റെ തുമ്പിലേക്കോ അല്ലെങ്കിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നതിലേക്കോ ഒക്കെ കൊണ്ടെത്തിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും നിങ്ങളുടെ പണം ഇപ്പോൾ സഹകരണ ബാങ്ക് എനിക്ക് സംഭവിക്കില്ല, തൊട്ടയൽക്കാരന് സംഭവിച്ചെങ്കിലും എനിക്ക് സംഭവിക്കുകയില്ല എന്ന ഒരു ഉദ്ദേശം. ഈ പണ്ട് ഒരു സംഭവം പറയും പോലെ, അവർ ജൂതന്മാരെ കൊന്നപ്പോൾ ഞാൻ ജൂതനല്ലല്ലോ എന്ന് കരുതി, അവർ കത്തോലിക്കന്മാരെ കൊന്നപ്പോൾ ഞാൻ കത്തോലിക്കനല്ലല്ലോ എന്ന് ഞാൻ കരുതി, അവർ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ എന്ന് ഞാൻ കരുതി. ഇങ്ങനെ അവസാനം എന്നെ കൊല്ലാൻ നേരത്ത് ഞാൻ നോക്കിയപ്പോൾ മറ്റാരും എനിക്ക് ചുറ്റും അവശേഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ സഹകരണ ബാങ്കിൽ കാശ് കൊണ്ടിട്ടതിന് ശേഷം മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ നോക്കി പാഠം പഠിച്ചില്ല എങ്കിൽ അവസാനം നിങ്ങളുടെ പണം നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ കയറിൻ്റെ തുമ്പിൽ നിന്ന് തൂങ്ങിയാടേണ്ടി വരുമ്പോഴും നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും ഉണ്ടാവുകയില്ല. കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിന് പണി തെറ്റുന്ന ജോലിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏർപ്പെടും എന്ന് മനസ്സിലാക്കി ഇതൊരു എലിക്കണിയായി മാറിയിരിക്കുകയാണ് സഹകരണ പ്രസ്ഥാനം, സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് മനസ്സിലാക്കി ഏറ്റവും പെട്ടെന്ന് ഈ അപകടത്തിൽ നിന്ന് തലവലിക്കുവാനാണ് ഓരോ കേരളീയനും, സഹകരണ ബാങ്കുകൾ പണം നിക്ഷേപിച്ചിരിക്കുന്ന ഓരോരുത്തരും, അതിൽ ഓഹരി എടുക്കുന്ന ഓരോരുത്തരും ഈ കാര്യം ആലോചിക്കേണ്ടതാണ്. ഈ കാര്യം ഗൗരവതരമായി ചിന്തിച്ച് സ്വന്തം ജീവനേക്കാൾ വലുതല്ല സ്വന്തം പാർട്ടിയോടുള്ള വിശ്വാസം എന്ന് മാത്രം തിരിച്ചറിയുക.